അസർ മഹൽ സന്ദർശിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കാണുന്നതാണ് സാത്ത് മൻസിൽ. ഇത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ജൽ മഹൽ. ജൽ മഹലൊക്കെ എന്തിനാണ് നിർമ്മിച്ചതെന്ന് തന്നെ ആർക്കും ഒരു പിടിപാടില്ല. ഇപ്പോൾ ഇതിൻ്റെ 4 ചുറ്റും വെള്ളം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇത് ചിലപ്പോൾ ഒരു ഫൗണ്ടൈൻ ആയിരുന്നു കാണും ഈ ജൽമഹൽ. ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാനുള്ള കവാടങ്ങളൊന്നും കാണുന്നില്ല. ഈ സാത്ത് മൻസിൽ എന്ന് പറയുന്നത് ഒരു 7 നില കെട്ടിടമായിരുന്നു. ഇപ്പോൾ അത് 5 നില മാത്രമേ ഉള്ളൂ. ഈ 2 സ്ഥലത്തേക്ക് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് മുന്നോട്ട് നടന്നപ്പം ഈ മതിൽക്കെട്ട് കണ്ടു. ഇതാണ് ഗഗൻ മഹലിൻ്റെ പിൻഭാഗം. ആ കാണുന്നതാണ് ആനന്ദ് മഹൽ. അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നടന്ന് ഞങ്ങൾ ഗഗൻ മഹലിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. നല്ലൊരു പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഗാർഡനും പിന്നെ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള പുൽത്തകടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉൾനാട്ടുകാർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു ഇടമാണ് ഗഗൻ മഹൽ. സ്കൈ പാലസ് എന്നും അറിയപ്പെടും. ഇതെല്ലാം തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഈ മോണുമെൻറ്റ്സ് എല്ലാം. ഈ ഗഗൻ മഹൽ നിർമ്മിച്ചത് 1561 ആണ്ടിലാണ്. ദർബാർ ഹാളായിട്ടും ഒരു രാജകീയ വസതിയായിട്ടൊക്കെ ചേർത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഇരട്ട ഉദ്ദേശമാണ് രാജകീയ വസതിയും ദർബാർ ഹാളും. മൂന്ന് കമാനങ്ങളുണ്ട്. 2 ചെറുതും 1 വലുതുമാണ്. ഞാൻ മേളിൽ കയറിയിരിക്കുകയാണ്. ഒരു സ്റ്റേജ് കണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം പോലാണ് നമുക്ക് കണ്ടാൽ ഇത് തോന്നുന്നത്. ഈ കമാനം കണ്ടത്, ഈ കമാനത്തിന് 60 അടി 9 ഇഞ്ച് വിസ്തൃതിയുള്ള കമാനമാണ് ഇത് മധ്യത്തിലുള്ളത്. ധാരാളം ആളുകൾ ഈ സ്ഥലത്ത് വരാറുണ്ട്. വരാറെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങും കാണാം. 1563 ആണ്ടിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങും പിന്നെ വിശ്രമിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ പിള്ളേരൊക്കെ വന്ന് ഇവിടെ കുറേ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ കയറിയുന്നുണ്ട്. വെള്ളമീനായി അവിടെ കയറിയിട്ടുണ്ട്. ഗഗൻ മഹൽ കണ്ടതിന് ശേഷം ഞങ്ങൾ നടന്നു തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനാണ് ബാര കാമൻ എന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഇത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, വളരെ കയറി പോകണം. ഇത് AD 1672 ആലി ആദിൽ ഷാ രണ്ടാമനാണ് ബാര കമാൻ നിർമ്മിച്ചത്. ഇത് രാജാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയും അടക്കം ചെയ്യുന്നുള്ള സ്ഥലമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഗോൾ ഗുംബസിനേക്കാളും മികച്ച ഒരു ഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അതായത് ഇതിൽ ലംബമായും തിരശ്ചീനമായും 12 കമാനങ്ങൾ നിർമ്മിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിലും 2 കമാനങ്ങൾ മാത്രമാണ് ലംബമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാലിക് സാൻഡൽ ആണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ഇതിന് മേൽക്കൂരയില്ലാത്ത ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം നിൽക്കുന്ന 20 അടി ഉയരത്തിലാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം. ഇത് 215 അടി ചതുരശ്ര വിസ്തീർണം ഉൾക്കൊള്ളുന്നു. 258 അടി വിസ്തീർണമുള്ള ഗോൾ ഗുംബസിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ വിസ്തീർണം. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ നിഴൽ ഗോൾ ഗുംബസിൽ വീഴുമെന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവാഞ്ഞതെന്നുള്ള കിംവദന്തിയും കൂടെ ഉണ്ട്. ഇവിടെ ആലി ആദിൽ ഷാ, ഭാര്യ ചാന്ദി ബീവി, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ കാമുകിമാർ, ഇവരുടെയൊക്കെ ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട്.